പന്തക്കുസ്ത തിരുനാൾ മഹോത്സവം. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ജന്മദിനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശുദ്ധ ലൂക്ക 1-ാം 35-ാം തിരുവചനം. മനോഹരമായ വെള്ളച്ചാട്ടം നാം കണ്ടിട്ടുണ്ട്. ആർത്തിരമ്പി ഒഴുകുന്ന വെള്ളച്ചാട്ടം മനോഹരമായ ഹൃദ്യമായ ഒരു കാഴ്ചയാണ്. അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് കൃപയുടെ നീർച്ചാലായാണ് നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് വിശുദ്ധ യോഹന്നാൻ 7:37 യേശു അരുളിച്ചെയ്തു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന ക്രിസ്തുനാഥന്റെ വാഗ്ദാന പൂർത്തീകരണമായിരുന്നു പന്തക്കുസ്ത ദിനത്തിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാറ്റായി, കൊടും കാറ്റായി, ആത്മീയ അഭിഷേകത്തിൻ്റെ അഗ്നിയായി അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ ചലിപ്പിച്ചപ്പോൾ തിരുസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2000 വർഷം പിന്നിടുമ്പോഴും പ്രതിസന്ധികളിലും കൂടുതൽ കരുത്തോടെ സഭ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്ത പാറയായി മുന്നേറുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ് സഭയെ നയിക്കുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ലക്ഷോപലക്ഷം വിശുദ്ധർക്ക് ജന്മം നൽകുവാൻ തിരുസഭാ മാതാവിനെ ശക്തിയാക്കിയ പരിശുദ്ധാത്മാവ്, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനത്തിൽ വിശ്വാസ സമൂഹത്തിന് ശക്തി പകരുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ചലനാത്മകമായ പ്രവർത്തനം നമുക്ക് കാണാം. പരിശുദ്ധാത്മാവിൻ്റെ ചിറകടി ശബ്ദം ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കേൾക്കാം. കനത്ത പ്രതിസന്ധികളിലും കനൽ വഴികളിലും കരുത്തു നൽകി പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെയും ആദിമ ക്രൈസ്തവ സമൂഹത്തെയും ക്രിസ്തുവിൻ്റെ ധീരസാക്ഷികളാക്കി. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടപ്പോഴും തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സ്വർഗം കണ്ട് മരണത്തെ സ്വീകരിക്കുവാൻ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഘാതകനായ സാവൂളിനെ സഭയുടെ നെടുന്തൂണായി മാറ്റിക്കൊണ്ട് വരുത്തുന്ന ട്വിസ്റ്റ് എത്രയോ അതിശയകരമാണ്. അപ്പോസ്തലന്മാരിൽ വിശുദ്ധ യോഹന്നാൻ ഒഴികെ എല്ലാവരും ക്രൂരമർദ്ദനത്തിൽ വധിക്കപ്പെട്ടവരാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ തിരുസഭയിൽ മതമർദ്ദനം ശക്തമായിരുന്നു. നീറോ ചക്രവർത്തി AD 57-63 കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ തീപ്പന്തം പോലെ കത്തിച്ച് വഴിവിളക്കുകളായി നിർത്തുമായിരുന്നു എന്നത് ചരിത്രം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അവരുടെ ഹൃദയത്തിൽ അതിലും വലിയ തീപ്പന്തം പോലെ ജ്വലിച്ചിരുന്നതിനാൽ മതമർദ്ദനത്തിലും തളരാതെ ജീവൻ നൽകി അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും സ്വീകരിച്ചവരാണ് നാം. മാമോദീസയിലൂടെ തിരുസഭയുടെ അംഗങ്ങളും സ്ഥൈര്യലേപന കൂദാശയിലൂടെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരുമായി ക്രിസ്തുവിൻ്റെ പടയാളികളായി മുദ്രവയ്ക്കപ്പെട്ടവരുമാണ് നാം. കത്തോലിക്കാ തിരുസഭയുടെ വിശ്വാസവും പൈതൃകവും കൂദാശകളും എത്രയോ മഹോന്നതമാണ് എന്ന് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് വിശ്വാസത്യാഗം നടത്തി മറ്റു സെക്റ്റുകളിലേക്ക് ചിലരെങ്കിലും ചേക്കേറുന്നത്. കത്തോലിക്കാ തിരുസഭയെ അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്ന് ഈശോ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതശൈലിയിൽ നിന്ന് ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളും 12 ഫലങ്ങളും ഒപ്പം ഭാഷാവരം, പ്രവചനവരം, പ്രബോധനവരം, പ്രഭാഷണവരം, വിജ്ഞാനവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം എന്നിങ്ങനെ വരങ്ങളുമുണ്ട്. പൊതുനന്മയ്ക്ക് വേണ്ടിയാണ് ഒരു വ്യക്തിക്ക് വരദാനങ്ങൾ നൽകപ്പെടുന്നത്. സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഈശോയുടെ ജനനത്തിലും അവിടുത്തെ തിരുവചനത്തിലും പ്രവർത്തന ശൈലിയിലും രോഗസൗഖ്യത്തിലും അവിടുത്തെ ഉത്ഥാനത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ദൈവാത്മാവിൻ്റെ ചലനാത്മകമായ പ്രവർത്തനങ്ങളാണ്. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ അന്തോണീസ് അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ടാണ്.
വിശുദ്ധ ജോൺ മരിയ വിയാനി കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുമ്പോൾ കുമ്പസാരിക്കുന്ന ആൾ പാപം മുഴുവൻ ഏറ്റുപറയാതെ മറച്ചുവെച്ചാൽ പരഹൃദയ ജ്ഞാനത്താൽ വിശുദ്ധ ജോൺ മരിയ വിയാനി ചോദിക്കുമായിരുന്നു അവരോട് അവർ മറച്ചുവെച്ച പാപങ്ങളെക്കുറിച്ച്. ഇത് കേൾക്കുമ്പോൾ അവരിൽ അനുതാപത്തോടെ അവർ പാപം ഏറ്റുപറയുമായിരുന്നു. ഏലിയ, ഏലീശ്വ, ദാനിയേൽ, എസക്കിയേൽ, ജെറമിയ തുടങ്ങിയ പ്രവാചകരിൽ കത്തിച്ചൊലിച്ച പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദ്യം നടത്തിയപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. ഒടുവിൽ സഹ്യോൻ ശാലയിൽ നിർണായകമായ നിമിഷത്തിൽ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനെ നേടിക്കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായ നമുക്ക് കൃപ നിറഞ്ഞ അമ്മയെ കൂട്ടുപിടിക്കാം. തിന്മകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ് എന്ന വചനത്തിൻ്റെ ബോധ്യത്തിൽ ദൈവാത്മാവ് നിറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ മനസ്സാക്ഷിയിലൂടെ നമ്മോട് സംസാരിക്കുന്ന ഈ സ്വർഗത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് നിർമ്മലമായ മനസ്സാക്ഷി രൂപപ്പെടുത്താം. ഈ പന്തക്കുസ്ത തിരുനാൾ ദിനം നമുക്കേവർക്കും ഒരു പുതിയ പന്തക്കുസ്തയാകട്ടെ. ദൈവത്തിൻ്റെ കാറ്റ് കൊടുങ്കാറ്റായി ആത്മീയ അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ആമേൻ.